ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച LGS ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം 10th പ്രിലിംസ്, കമ്പനി ബോർഡ് LGS എക്സാമുകളൊക്കെ ഇനി വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ PYQ സീരീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ്, അതുപോലെ തന്നെ LGS മാതൃകയിൽ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 3 ചോദ്യ പേപ്പറും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഈ 10th പ്രിലിംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ PSC ചോദിച്ചിട്ടുള്ള, മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള LGS മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അതുപോലെ തന്നെ SCRT പഠിക്കാത്തവർക്കായിട്ട് നമ്മളൊരു പുതിയൊരു SCRT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ 8, 9, 10 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ബാക്കി 5ാം ക്ലാസ് മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ടാണ് നമ്മളൊരു പുതിയൊരു SCRT സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണല്ലേ, റൗളത്ത് ആക്ട് ആണ്. റൗളത്ത് ആക്ട് എന്നാ നടന്നത്? 1919 അല്ലേ. 1919 റൗളത്ത് ആക്ട് നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ്? 1919 ഏപ്രിൽ 13 അല്ലേ. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? അമൃത്സർ, പഞ്ചാബിലെ. അമൃത്സർ പഞ്ചാബിലായിരുന്നു. ഈ റൗളത്ത് നിയമത്തിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കും അറസ്റ്റിലായ നേതാക്കളായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലി, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ മോചനം ആവശ്യപ്പെട്ടിട്ടുമാണ് ഇത് നടക്കുന്നത്. ഈ മൈതാനത്ത് എല്ലാവരും കൂടിച്ചേരുന്നത് അല്ലേ. ആ സമയത്താണ് ഇവരുടെ ആരുടെയും മുന്നറിയിപ്പൊന്നും ഇല്ലാതെ തന്നെ വെടിവെപ്പ് നടത്തുന്നത്. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ. അപ്പോൾ ഗാന്ധിജി ഇതായിട്ടാണ് അദ്ദേഹം കൈസർ-ഇ-ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരിച്ചു നൽകിയത് അല്ലേ. ചോദിക്കാറുണ്ട് അല്ലേ. കൈസർ-ഇ-ഹിന്ദ് പദവി തിരിച്ചു നൽകിയിട്ടുള്ളത് ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ടുള്ള കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് അല്ലേ. കൂട്ടക്കൊലയെ കുറിച്ചിട്ട് അന്വേഷിക്കാനുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇത് തന്നെയാണ്. പിന്നീട് ആരാണ് ഇതിന് ഓർഡർ കൊടുത്തിട്ടുള്ളത്? ആരായിരുന്നു? മൈക്കൽ ഓഡെയർ അല്ലേ. ആദ്യത്തെ വെടിവെച്ച് കൊല്ലുന്ന ആരായിരുന്നു? ഉദ്ധം സിംഗ് ആണ് അല്ലേ. ഇന്ത്യൻ വിപ്ലവകാരിയായ ഉദ്ധം സിംഗ് ആണ് ഈ പഞ്ചാബ് മുൻ ഗവർണർ മൈക്കൽ ഓഡെയറിനെ വെടിവെച്ച് കൊന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗളത്ത് ആക്ട് ആണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 അതുപോലെ തന്നെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലി, സത്യപാൽ, ഇത് SCRT എടുത്ത് പറയുന്ന ഒരു പോയിന്റാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ റൗളത്ത് നിയമത്തിനെതിരെ ആയിട്ട് മൈതാനത്ത് വരെ കൂടിച്ചേർന്നല്ലേ, അമൃത്സർ പഞ്ചാബിലെ. അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വെടിവെക്കുകയാണ്. അതിൽ കുറേ പേര് മരണപ്പെടുകയാണ് ചെയ്തത് അല്ലേ. അതിന് ഇതായിട്ടാണ് കൈസർ-ഇ-ഹിന്ദ് എന്ന് പറയുന്ന ഒരു പദവി ഗാന്ധിജി തിരിച്ചു നൽകിയത്. അതുപോലെ തന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ മുന്നിൽ ഒരു പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷ് സർക്കാർ നിയമിക്കുന്നത്? ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത്, അങ്ങനെ ഇതിന് ഓർഡർ കൊടുത്തതാരായിരുന്നു? മൈക്കൽ ഓഡെയർ ആയിരുന്നു. അദ്ദേഹത്തെ ഉദ്ധം സിംഗ് പോയിട്ട് വധിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? അപ്പോൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണ് അല്ലേ. മഹാത്മാഗാന്ധി. ആൻസർ ഓപ്ഷൻ A ആണ്, മഹാത്മാഗാന്ധി. പ്ലാസി യുദ്ധം നടന്നത്? പ്ലാസി യുദ്ധം നടന്നതെന്നാണ്? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ്
എന്ത് പറയുന്നത്, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജാണെന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ 1930 ജനുവരി 26 എന്തായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഏതാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? ആരായിരുന്നു പ്രസിഡന്റ്? ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ് അല്ലേ. ജവഹർലാൽ നെഹ്റുവാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോണേ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനം അല്ലേ. അതുപോലെ തന്നെ എന്താണ് ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയതും ആ സമയത്ത് തന്നെയാണ്. 1929 ഡിസംബർ 31 ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് രവി നദിയുടെ തീരത്തായിട്ട്. ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനം ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച തീയതി 1930 ജനുവരി 26 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. എന്നാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത് അല്ലേ. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. പ്രഖ്യാപിച്ച വൈസ്രോയി ആരായിരുന്നു? കേഴ്സൺ പ്രഭു ആണ്. ഇത് നടപ്പിലാക്കാനായിട്ട് ഉത്തരവിട്ട തീയതി ചോദിക്കുകയാണെങ്കിൽ ജൂലൈ 20 കേട്ടോ. ജൂലൈ 20 ഏത് വൈസ്രോയുടെ കാലത്താണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്? ഏത് വൈസ്രോയുടെ കാലത്താണ് ചോദിക്കുകയാണെങ്കിൽ ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ സമയത്താണ്. ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ സമയത്താണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ചോദിക്കാറുണ്ട്. സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെ ആയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. പിന്നെ ഈ ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? വിലാപ ദിനമായിട്ട് ആചരിക്കുന്നില്ലേ. വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സരോജിനി നായിഡു. എന്നാണ് INC രൂപീകരിക്കുന്നത്? 1885 അല്ലേ. 1885 ഡിസംബർ 28 INC രൂപീകരിക്കുന്നത് അല്ലേ. ഈ INC എന്ന് പറയുന്ന നാമം അല്ലെങ്കിൽ ഈ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. ദാദാഭായ് നെഹ്റുജിയാണ്. ഇനി INCയുടെ സെക്രട്ടറി ചോദിക്കുകയാണെങ്കിലും സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിലും ആരാണ്? ഹ്യൂമാണ് അല്ലേ. ഹ്യൂമാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? INC സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ആദ്യത്തെ അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ആദ്യത്തെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? WC ബാനർജിയാണ് അല്ലേ. WC ബാനർജിയാണ്. ഓക്കെ. INC ബോംബെ അല്ല കേട്ടോ. ബോംബെ ആയിരുന്നു ആദ്യമായിട്ട് തീരുമാനിച്ച സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ബോംബെ ആയിരുന്നെങ്കിലും പിന്നീട് കൽക്കട്ടയിലാണ് നടന്നത്. കൽക്കട്ടയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ ദേശീയ സമ്മേളനം നടന്നത്. കൽക്കട്ടയിലാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ INC രൂപീകൃതമാകുന്ന സമയത്ത് ഗവർണർ ജനറൽ ചോദിക്കാം. ആരാണ്? ലോർഡ് ഡഫറിൻ പ്രഭുവാണ്. ലോർഡ് ഡഫറിൻ ആണ്. ഓക്കെ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് വൈസ് PYQ ഒന്ന് നോക്കി നോക്കും കേട്ടോ. അതിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനെയും PYQ ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2019 മുതൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ ഭാഗമുണ്ടല്ലോ ഈ പൗരത്വം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, പിന്നെ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആ ഒരു ഭാഗം പൗരത്വം അല്ലേ. പൗരത്വം ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് കാണുന്നുണ്ടെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അത് ആ ഒരു ക്ലാസ് കണ്ടാൽ മതി. കാരണം മാക്സിമം നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ
അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQs ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഏത് അവകാശമായിരുന്നു ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 19 അല്ലേ? ഇതിന് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32. ഇനി ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നതോ? ആർട്ടിക്കിൾ 23. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതോ? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അല്ലേ? നെക്സ്റ്റ്, സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയിട്ട് 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലേ? 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. അത് ഏത് ഭേദഗതിയിലൂടെയാണ് മാറ്റിയത്? 1978 44-ാം ഭേദഗതിയിലൂടെയാണ് മാറ്റിയത്. എന്നിട്ട് എന്താക്കി മാറ്റി? സ്വത്തവകാശം പാർട്ട് 12 മാറ്റി, ഭാഗം 12 മാറ്റി. ഏത് ആർട്ടിക്കിളിലേക്ക് മാറ്റിയത്? 300A എന്താക്കി മാറ്റി? നിയമവകാശമാക്കി മാറ്റി. എന്നാണ്? നിയമവകാശമാക്കി മാറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചത്? ആൻസർ ഏതാ വരാ? ഓപ്ഷൻ A ആണല്ലേ. ആൻസർ ഓപ്ഷൻ A ആണ് വരാ. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ ചെയ്യുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ്. ആൻസർ ഓപ്ഷൻ D ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആരാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? ആരാണ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ A ആണ്, തൃശ്ശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ D ആണ്, വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? സമപന്തി ഭോജനം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്നാണ് സമത്വ സമാജം രൂപീകരിക്കുന്നതെന്നാണ്? 1836 സമത്വ സമാജം രൂപീകരിച്ചത്. ഇനി നിഴൽത്താങ്കൾ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കാം. ഇനി സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം അല്ലേ? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ എപ്പോഴും കൃതികളാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നതെന്നാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത് അല്ലേ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 1697 ഏതായിരുന്നു? 1697 ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ ഈ യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇന്ത്യയുമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഇനി മലബാർ കലാപം നടന്നെന്നാണ്? മലബാർ കലാപം നടന്നെന്നാണ്? 1920-21 സമയത്താണ് അല്ലേ ഇന്ന് നടക്കുന്നത് മലബാർ കലാപം നടക്കുന്നത്. കുറിച്യ കലാപം നടന്നതെന്നാണ്? 1812 കുറിച്യ കലാപം നടന്നത് അല്ലേ? ഇനി മലബാർ കലാപം നമ്മൾ പറഞ്ഞു 1921 ചോദിക്കാറ് കേട്ടോ. 1921 മലബാർ കലാപം നടന്നത്. ഇനി മുണ്ടാ കലാപം 1899 മുതൽ 900 വരെയൊക്കെയാണ് ചോദിക്കാറ് കേട്ടോ. 1899 മുതൽ 900 വരെയാണ് മുണ്ടാ കലാപം നടന്നിട്ടുള്ളത്. ഇനി ആറ്റിങ്ങൽ കലാപം 1821. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? 1.25 കോടി മലയാളികൾ. ആൻസർ ഓപ്ഷൻ C ആണ്, EMS നമ്പൂതിരിപ്പാട്.
1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ എ ഗൗരി പാർവതി ബായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന. 1999 G20 രൂപീകരിക്കപ്പെട്ടത്. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ശരിയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനം ഇല്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഓക്കെ, 19 രാജ്യങ്ങളാണ് G20യിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും എന്ന് പറയുന്ന 2 പേരുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? അപ്പോൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ 2 ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് എന്തായാലും പോയി കാണാം. അതിൽ നിന്ന് തന്നെയാണ് കേരള ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഈ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് വരുന്ന പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ ആദ്യമായിട്ട് വരുന്നത് ആ ഒരു ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് അല്ലേ? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. മലയാളിയായിട്ടുള്ളത് ആരാണ്? അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ ഒരു അംഗമാണ് ആര്? HN ഗുൻസ്രു. അപ്പോൾ ഈ 3 പേരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു. പോട്ടി ശ്രീരാമനാണ് അവിടെ തെറ്റായിട്ട് വന്ന പ്രസ്താവന. നെക്സ്റ്റ്, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. ചേരിചേരാ നയം ശരിയാണ്. സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. അപ്പോൾ 1, 2, 3 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ആൻസർ ഓപ്ഷൻ ബി ജിലു മോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രീലങ്കയാണ് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിലും ആരാണ് ജയിച്ചത്? ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത് കേട്ടോ. 2025 ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലിപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഇപ്പോൾ കേരള മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീ VE അബ്ദുൾ ഗഫൂർ. അബ്ദുൾ ഗഫൂറാണ് ഇപ്പോഴത്തെ കേട്ടോ. ശ്രീ VE അബ്ദുൾ ഗഫൂറാണ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണ് അല്ലേ. ഇനി ഫിഷറീസ് ഡയറക്ടർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിൽസാസിനിയാണ്. അത് നോക്കണ്ട. അബ്ദുൾ ഗഫൂറാണ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്?
കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ സി ആണ്, മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ആണ്, ചൈനയായിരുന്നു. ഇനി 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് ജപ്പാനിലാണ് കേട്ടോ. ജപ്പാനിലാണ് 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 20ാമത്തത് ജപ്പാനിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പെരിയാറാണ് നീളം കൂടിയ നദി. 2ാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലേ 2ാമത്തെ നീളം കൂടിയ നദി. ഇനി ഭവാനി, പാമ്പാറ്, കബിനിയൊക്കെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ വരുന്നവയാണ് അല്ലേ. 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നതാണ് കബിനി, ഭവാനി, പാമ്പാർ. ഏറ്റവും വലുത് പെരിയാറ്, 2ാമത് ഭാരതപ്പുഴ, 3 പമ്പ, 4 ചാലിയാർ, 5 ചാലക്കുടി പുഴ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട അല്ലേ. ശാസ്താംകോട്ട എവിടെയാണ്? കൊല്ലത്താണ്. ഇനി വെള്ളായണി ഏതാണ്? വെള്ളായണി ഏതാണ്? തെക്കേ അറ്റത്ത് ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിയാണ്. വടക്കേ അറ്റത്ത് ശുദ്ധജല തടാകം ഏതാണ്? വടക്കേ അറ്റത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പൂക്കോട് തടാകമാണ്. ഇനി വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പമ്പ നദിയിലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? തെക്കേ അറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ് തെക്കേ അറ്റം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കമൻറ്റ് ചെയ്യണം. ഏറ്റവും വലിയ ജില്ലയാണ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അല്ലേ. അപ്പോൾ വെള്ളായണി കായലിൽ ഏതാണ് നടക്കുന്നത്? അയ്യങ്കാളിയിലെ അയ്യങ്കാളി ട്രോഫി വള്ളംകളി അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വെള്ളായണി കായലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനൊക്കെ. നെക്സ്റ്റ്, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ് അല്ലേ. ഇപ്പോഴത്തെ ആരാണ്? സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി സൈലന്റ് വാലിയാണ്. ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ് അല്ലേ. ഇരവിക്കുളമാണ്. മതികെട്ടാൻ ചോല ആനമുടി ചാലക 2003 വന്നതെന്ന് നമ്മൾ പഠിച്ചു. സൈലന്റ് വാലി ആണെങ്കിൽ 1984 ആണ് ഉദ്ഘാടനം ചെയ്ത് 1985 നിലവിൽ വന്നത് അല്ലേ. ഇരവിക്കുളം ഏതായിരുന്നു? ഇരവിക്കുളത്തിൻ്റെ ഇയർ ഏതാണ്? 1978 ഇരവിക്കുളം ദേശീയോദ്യാനം വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ സി 1973 ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്നത്. സന്തോഷ് ട്രോഫി ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO
വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? വിക്ഷേപിച്ചവ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി നോക്കി ഇതാ വരാം. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് അല്ലേ, പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ഈ ചന്ദ്രൻ 3 ഉണ്ടായിരുന്നത്. ഈ ഓർബിറ്റർ വരുന്നില്ല, അതാണ് തെറ്റായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത്? അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ, ഏഷ്യയാണ് മഞ്ഞവളയം. 69ാമത് ഇപ്പോൾ വളയങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ ആണെങ്കിൽ ഏതാണ് കളറ്? നീലയാണ് അല്ലേ, യൂറോപ്പിൻ്റെ നീലയാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ പച്ചയാണ്. ഓസ്ട്രേലിയ പച്ചയല്ലേ വരുന്നത്. ഇനി 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 2021 ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അല്ലു അർജുനായിരുന്നു. അപ്പോൾ 2021 ഇനി 69ാമത്തെ 71ാമത്തെ, അതായത് 2025 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഷാരൂഖ് ഖാനെയാണ്. ഷാരൂഖ് ഖാനെയാണ് കേട്ടോ. നെക്സ്റ്റ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്താണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. കാലം സാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യയാണ്. 2023 മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. അപ്പം 72ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് വരുന്നത്, ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ 2025 72ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡിയാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ എന്ന് പറയുന്നു. ഉളിപ്പല്ല് എന്താണ്? കടിച്ച് മുറിക്കാനാണ് അല്ലേ, മുറിക്കാനാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി കോമ്പല്ല് കടിച്ച് കീറാനാണ്, അത് ശരിയാണ്. ഇനി ചവർണകവും അഗ്രചർവണകവും എന്തിനാണ്? ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാനല്ലേ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വന്നത്. ലോല ഏത് വിളയുടെ സങ്കരീനമാണ്? ലോല ഏത് വിളയുടെ സങ്കരീനമാണ്? ആൻസർ ഓപ്ഷൻ സിയിലെ പയറിൻ്റെ അല്ലേ വരുന്നത്, പയറിൻ്റെയാണ്. ഇനി ശ്വേത, ഹരിത, നീലയും ഒക്കെ അതിൻ്റെയാണ്, വഴുതിനയുടെ ആണ് അല്ലേ. തക്കാളി ആണെങ്കിലും അനഘ, മുക്തി, അതുപോലെ തന്നെ അതൊക്കെ വരുന്നതാണ്, തക്കാളിയാണ്. ഇനി വെണ്ടയാണെങ്കിൽ ഏതാണ്? കിരൺ, സൽകീർത്തി, അനാമിക ഒക്കെ ഏതാണ്? വെണ്ടയുടേതാണ്. നെക്സ്റ്റ്, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കണ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവിയാണ് അല്ലേ. ഇനി തൈറോയിഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അല്ലേ, തൈറോയിഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അനീമിയ എന്ന് വെച്ചതാണ്, വിളർച്ചയാണ് അല്ലേ, ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി എന്നാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, അപ്പോൾ തെറ്റാണ്. ഇനി തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് തിരമാല, അത് ശരിയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, അത് തെറ്റാണ്. സൂര്യൻ എന്നാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് അല്ലേ. ഇവിടെ ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരിയായിട്ട് വന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം, അണുശക്തി എന്നിവയൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അതായത് പാരമ്പര്യമായിട്ട് കാലങ്ങളായിട്ട് നാം ഉപയോഗിച്ച് വരുന്നതും എന്നാൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ തീർന്നു പോകാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്.
അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയാത്തത്, അതിന് എക്സാമ്പിളാണ് കൽക്കരി, പെട്രോളിയം ഒക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ എന്താണ്? പുനഃസ്ഥാപന ശേഷിയുണ്ട്. അതാണ് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ജലത്തിൽ നിന്നുള്ള ഊർജ്ജം, ജിയോ തെർമൽ, ജൈവവാതകങ്ങളൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അതായത് ഇവ പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനംവകുപ്പിന്റെ കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി 2023 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി എന്താണ് ചെയ്യുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു എന്നാണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ജയന്റ് വീലിൻ്റെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലീരിയം, ദുർഫോഡിയം, ടൈറ്റാനിയം, ക്യൂറിയം. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ബാക്കിയുള്ളവരൊക്കെ പേരിൽ തന്നെ അല്ലേ, അവരുടെ പേരിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് മൂലകങ്ങൾക്ക് അല്ലേ. നെക്സ്റ്റ്, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജ്ജം കൂടുന്നു. ഐസ് ചൂടാക്കി, ഐസ് എന്താക്കി? ചൂടാക്കിയപ്പോൾ എന്തായി മാറി? ജലമായിട്ട് മാറി അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? കണികകളുടെ ഊർജ്ജം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കൂടും, കണികകൾ തമ്മിലുള്ള ആകർഷണം എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുന്നത് അല്ലേ. കണികകളുടെ ചലനം കുറയാണ് ചെയ്യുക, ചലനം കൂടല്ലേ ചെയ്യുന്നത്? ഖരാവസ്ഥയിൽ നിന്ന് പോകുമ്പോൾ ചലനം കൂടാണ് ചെയ്യുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമക്കേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബാക്കിയൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഒക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് എന്താണ്? വൈറസ് രോഗമാണ്. നിപ്പ വൈറസിന്റെ പ്രകൃത്യായുള്ള വാഹകജീവി ഏത്? നിപ്പ വൈറസ് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. വവ്വാല് മൂലം പകരുന്നതാണ്. ഇനി ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താ? സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രമേഹം. അതിറോസ്ക്ലിറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതമൊക്കെ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ആദ്യം ബാധിക്കുന്നത്? HIV. ആൻസർ ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, WIFS.
കുട്ടികളിൽ ഒളിച്ചിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താ? ആൻസർ ഓപ്ഷൻ ഡി ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ആൻസർ ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരില്ല അല്ലേ. ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൊക്കെ എയ്ഡ്സ് രോഗം പകരാം. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? സുരക്ഷിതമായ നഗരം. ആൻസർ ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 28%. രണ്ട് സംഖ്യകളുടെ ലസാഗു 108 ഉസാഗ 18 സംഖ്യകളിലൊന്ന് 54 ആയാൽ മറ്റു സംഖ്യ ഏത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ല അല്ലേ, മാത്സ്. ഇതിൻ്റെ ആൻസർ എത്ര വരാം? 3030 ഹരണം 15 പ്ലസ് 15 ചെയ്യും. ആദ്യം ചെയ്യും 3030നെ 15 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 202 അല്ലേ കിട്ടുക? 202 പ്ലസ് 15 ചെയ്യാം അല്ലേ. 202 പ്ലസ് 15 എത്രയാണ്? 217. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 108 ഉസാഗ 18 സംഖ്യകളിലൊന്ന് 54 ആയാൽ മറ്റു സംഖ്യ ഇത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 108 ഇൻറ്റു 18/54 ചെയ്താൽ മതി അല്ലേ. ആൻസർ ഓപ്ഷൻ ഏതാ വരാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 36. നെക്സ്റ്റ് ചെറുതേത്? ഭിന്നസംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ 7/11 ഇവയെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2/3 ആദ്യം രണ്ട് സംഖ്യ എടുക്കുക, എന്നിട്ട് ഒന്ന് ക്രോസ് ചെയ്യുക. 3 × 7 21, 2 × 11 22 അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ വരുന്നത് 5/8 ആണ്. 5/8. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം കേട്ടോ. 5/8. 5/8 അല്ല കേട്ടോ, 8/13 ആണ് വരാം. 8/13 ആണ് വരാം. 8/13. ഇങ്ങനെ ഓരോന്നും നോക്കി. അപ്പോൾ 7/11 ആദ്യം തന്നെ 8/13 ചെയ്ത് നോക്കി. 7/11 8/13 ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 91 വന്നു, ഇവിടെ 88 വന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ഈ ചെറിയ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8/13 എടുത്തു. ഇനി 8/13 നമ്മൾ വീണ്ടും നോക്കാണ്. 2/3 കൊണ്ട് നോക്കാണ്. 2/3 കൊണ്ട് നോക്കിയപ്പോൾ ഇവിടെ 24 ഇവിടെ 26 വന്നു. അപ്പോഴും ഏതാ ചെറുത് വന്നത്? 8/13 ആണ്. ഇനി 8/13 തന്നെ വീണ്ടും ചെക്ക് ചെയ്യാണ് അല്ലേ. 8/13 തന്നെ വീണ്ടും 5/8 കൊണ്ട് ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 64 ഇവിടെ 65 വന്നു അല്ലേ. അപ്പോൾ കുറഞ്ഞത് വരുന്ന ഇതാണ് 64, അതായത് 8/13. നെക്സ്റ്റ് 5/6.625 is equal to 0.7547 ആയാൽ 5/66 6625 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എങ്ങനെ നമ്മൾ ചെയ്യാറ്? 5/6.625 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഭിന്നസംഖ്യ ഒന്നുമില്ല, 0 ആണ്. ഇവിടെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ നോക്കാം. 0-ൽ നിന്നും 3 കുറയ്ക്കല്ലേ, നമ്മൾ 2 എണ്ണം കുറയ്ക്കല്ലേ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ 3-ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1000 ആണ് വരാം. അപ്പോൾ ഈ 1000 എന്ന് പറയുന്നത് 0 ഉള്ളടത്ത് കൊണ്ടിടുക. അതായത് 5 നമ്മൾ ആദ്യം തന്നെ ഈ ദശാംശം ഒന്നും ഇല്ലാണ്ട് എഴുതും 6625. എന്നിട്ട് ഇൻറ്റു എന്ത് ചെയ്യും? മുകളിലാണ് 1000 ഇടേണ്ടത് അല്ലേ. കാരണം അവിടെയാണ് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടിയിരിക്കുന്നത്, ചെറിയ ദശാംശ സംഖ്യ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അത് ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പോൾ അത് നമുക്ക് ഇത്ര കിട്ടിയിരിക്കുന്നത് 0.7547 ആണ് അല്ലേ. 0.7547 ഈ ഇൻറ്റു 1000 അല്ലേ, ഈ ഇൻറ്റു 1000 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ബൈ 1000 എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത് 0.7547/1000. ആൻസർ വരുന്നത് എത്രയാണ്? 0.000 അല്ലേ. 3 0 വരും, പിന്നെ 75 47. അതായത് നമ്മൾ ആദ്യം തന്നെ പോയിന്റ് കാണുന്ന നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതാം. എന്നിട്ട് നമുക്ക് ഇൻറ്റു 1000 ആണ് വരുന്നത് അല്ലേ. 3 സംഖ്യ
നീക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് 0.7547 തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ 1000 ഇങ്ങോട്ട് കൊണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 5.6625 ആൻസർ കിട്ടും. നെക്സ്റ്റ് റൂട്ട് 136/64 എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കറക്റ്റ് ഭിന്നസംഖ്യയാക്കി എടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 100/64 വരും. റൂട്ട് 100/64 വരുന്നു അല്ലേ. റൂട്ട് 100/64 വന്നു. അപ്പോൾ റൂട്ട് 100/64 എന്ന് പറയുമ്പോൾ 10 എത്ര വന്നു? 8 എന്ന് വന്നു അല്ലേ. 10/8 എന്ന് വന്നു. എന്നിട്ട് ഈ 10/8 വീണ്ടും ചെറുതാക്കി നോക്കിയോ? 10/8 വീണ്ടും ചെറുതാക്കി നോക്കി എത്ര കിട്ടി? 5/4 എന്ന് വന്നു അല്ലേ. 5/4 എന്ന് വന്നു. ഈ 5/4 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 1/4 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉം ആയാൽ അഞ്ചാമത്തെ സംഖ്യ ഏത്? എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ലെങ്കിൽ 9 ആദ്യം തന്നെ നമുക്ക് തുക കണ്ടുപിടിക്കാം. 9 × 80 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 720 എന്നുള്ളത് കിട്ടിയില്ലേ. ഇനി ഇതിൽ ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ 4 × 70 ചെയ്ത് നോക്കാം. അപ്പോൾ 4 × 70 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 280 എന്ന് കിട്ടി. ഇനി അടുത്ത അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി, അപ്പോൾ വീണ്ടും 4 × 90 ചെയ്യാം അല്ലേ. 4 × 90 എന്ന് പറയുന്നത് എത്രയാണ്? 360 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 720 നിന്നും മൈനസ് ചെയ്താൽ എത്ര കിട്ടും ആൻസർ? 80 അല്ലേ വരാം. ആൻസർ ഓപ്ഷൻ എ ആണ് 80. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? വിറ്റ വില ഇൻറ്റു അതായത് 600 വിറ്റ വില ഇൻറ്റു 100/120. വാങ്ങിയ വില കാണാനായിട്ട് മുകളിൽ 100 ഇട്ട് കൊടുക്കുക. 100/120 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 500. ഇനി ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വേഗത കണ്ടുപിടിക്കാം. വേഗത ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. വേഗത ഇസ് ഈക്വൽ ടു എന്താണ്? ദൂരം ബൈ സമയം. അപ്പോൾ 180/3 180/3 ചെയ്യുമ്പോൾ 60 km/h എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ദൂരം തന്നിട്ടുണ്ട്. ദൂരം ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? ദൂരം 110 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദൂരം 110 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് സമയം കാണാനായിട്ട് ദൂരം ബൈ വേഗത ചെയ്താൽ മതി. സമയം ഇസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത, അതായത് 110/60. ആൻസർ ഏതാ വരിക? 1 മണിക്കൂർ 50 മിനിറ്റ്. കാരണം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അതേ വേഗതയിലാണ് ആ കാറ് സഞ്ചരിച്ചതെന്ന്. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം തന്നെ ഈ സമയം നമുക്ക് ദൂരം തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ദൂരം 110 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വേഗത ആദ്യത്തിൽ നിന്ന് നമുക്ക് വേഗത കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്നിട്ടാണ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 3249 3249 ഇസ് ഈക്വൽ ടു 57 ആണ് എങ്കിൽ റൂട്ട് 3249 പ്ലസ് റൂട്ട് 32 പ്ലസ് 49 പ്ലസ് അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? റൂട്ട് 3249 ആൻസർ എത്രയാണ്? 57 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് 32.49 49. അപ്പോൾ നമുക്ക് 2 സംഖ്യയാണ് അവിടെ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ നീക്കിയാൽ മതി. അപ്പോൾ 5.7 വന്നു. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആൻസർ എത്ര വരും? 570 വരും അല്ലേ. 570 എന്ന് വരും. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? റൂട്ട് 3249. ഇവിടെ 4 സംഖ്യയുണ്ട്. അപ്പോൾ 2 സംഖ്യ നീക്കി കൂത്തിട്ടാൽ മതി അല്ലേ. ഇപ്പോൾ എത്രയാണ്? 0.57 എന്ന് വന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. 632.13. ഇത് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. 632.13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? അപ്പോൾ 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആദ്യം എണ്ണം തുക എഴുതാം അല്ലേ. ആ എണ്ണം എത്രയാണ്? 10 എണ്ണം വിറ്റപ്പോൾ 50. പിന്നെ 8 എണ്ണം വിറ്റപ്പോഴോ? അതാണ് നമുക്ക് 10 50 തന്നിട്ടുണ്ട്. അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വിറ്റാലും എത്ര തന്നെയാണ്? 50 രൂപയ്ക്ക് തന്നെയാണ്. 50 രൂപ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി? ക്രോസ് അല്ലേ.
500 മൈനസ് 500 മൈനസ് പിന്നെ 400 അല്ലേ, 400 ബൈ എന്ത് ചെയ്താൽ മതി, 400 ചെയ്താൽ മതി. ആൻസർ എത്രയാണ് വരാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 25 ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വരാം? -7 പ്ലസ് 5 ഇൻറ്റു 7 പ്ലസ് 5 ഇൻറ്റു -3. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ആദ്യം കളയാം അല്ലേ. 5 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -15 എന്ന് വന്നു. അതുപോലെ തന്നെ -7 ഇൻറ്റു -2 അപ്പോൾ എത്രയാണെന്നു? -14 വന്നു അല്ലേ. -7 ഇൻറ്റു -2 ചെയ്യുമ്പോൾ മൈനസും ക്യാൻസലായി, അതായത് 14 എന്ന് വന്നു അല്ലേ. എന്നിട്ട് നേരെ നമുക്ക് ചെയ്യണ പോലെ ചെയ്താൽ മതിയില്ലേ. ഇവിടെ ആദ്യം ഹരണം ചെയ്യാം. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഓർഡറിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4, 7, 12, 19 പിന്നെ 39 ചോദിച്ചിരിക്കുന്നത്. 4ൽ നിന്ന് 7 എത്രയാണ് ഡിഫറൻസ്? 3 ആണ് അല്ലേ. പിന്നെ വരുന്നത് എത്രയാണ് ഡിഫറൻസ് നോക്കിയേ, 3. പിന്നെ 7 12 ആവാൻ എത്രയാണ്? 5 അല്ലേ. 5 7 അപ്പോൾ 3 5 7 വരുമ്പോൾ എന്തായാലും എത്രയായിരിക്കും? 9 ആയിരിക്കും കൂട്ടുന്നുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര വരും? 28 വരും. ആൻസർ ഓപ്ഷൻ ബി ആണ് വരാം. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കിയേ. 1ൻ്റെ നേരെ 1 വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. 2ൻ്റെ നേരെ എത്രയാണ് വന്നിരിക്കുന്നത്? 8 ആണ്. അപ്പോൾ 2 ക്യൂബ് ആണ് 8 അല്ലേ. അതുപോലെ തന്നെ 3 ക്യൂബ് എന്താണ്? 9 ആണ് വരിക അല്ലേ. 4 ക്യൂബ് ആണ് 64, 1 ക്യൂബ് 1 ആയിരിക്കും. അപ്പോൾ ആൻസർ 3 വരാം. 3 ക്യൂബ് എത്രയാണ്? 27 ആണ് അല്ലേ. 3 ക്യൂബ് 27 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരാം കേട്ടോ, 27 ആണ് വരാം. സമാനമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 2 5 8 11 എത്രയാണ് കൂടുന്നത്? +3 ആണ് കൂടുന്നത്. ഇനി 3 7 11 എത്രയാണ്? 15. അപ്പോൾ എത്രയാണ് വരാം? 4 ആണ് കൂടുന്നത്. ഇനി 4 9 14 19 ആകുമ്പോൾ 5 കൂടുന്നുണ്ട് കേട്ടോ, +5 വരുന്നുണ്ട്. ഇനി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ഉം 6ഉം ആണ് ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ കൂടുന്നത്, പിന്നെ വരുന്നത് 6 ആണ് വരുന്നത്. അപ്പോൾ ഏതതിൽ വരുന്നത്? ആൻസർ ഏതാ വരാം? ഇവിടെ നമുക്ക് 6 ആണ് കൂടുന്നത്, പക്ഷേ ഇവിടെ നോക്കിയാൽ 22 ആണ് തന്നിരിക്കുന്നത്. 23 ആണ് 6 കൂടുമ്പോൾ അല്ലേ. 17 + 6 എത്രയാണ്? 23 ആണ്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? ഏതാ ആൻസർ ആദ്യം വരാം? ആൻസർ വരുന്നത് നോക്കി, ബിന്ദു വരും അല്ലേ. ബിന്ദുവിന് ശേഷം എന്ത് വരും? കോൺ വരും, പിന്നെ രേഖ വരും. ലാസ്റ്റാണ് ത്രികോണം വരുന്നത്. ബിന്ദുവിന് ശേഷം എന്ത് വരും? ബിന്ദുവിന് ശേഷം രേഖ അല്ലേ വരാം. ബിന്ദുവിന് ശേഷം രേഖ വരും. അപ്പോൾ ഏതാ വരാം? ആൻസർ 3 1 3 1 2 4. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് കൂട്ടത്തിൽ പെടാത്തത് ഏത്? 31 41 51 61. ആൻസർ ഓപ്ഷൻ സി ആണ്, 51.